ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 7ാമത്തെ ഡേ ആണ്. അങ്ങനെ ഒരു 1 വീക്കായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇൻവേർഷൻ മെത്തേഡാണ്. എല്ലാ ദിവസവും ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ചെയ്യാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയാണ് ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നതെന്ന് ഇതിനു മുൻപുള്ള കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് അതങ്ങനെ വെറുതെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ തലമുടി ഫ്രണ്ടിലേക്കിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻവേർഷൻ മെത്തേഡിലൂടെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകും. അതായത് നമ്മൾ തല ഇങ്ങനെ കുനിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങോട്ടേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ഹെയർ ഫോളിക്കിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ന്യൂട്രിയൻസും ഒക്കെ എത്തുന്നത് വഴി നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫോൾ നന്നായിട്ട് റെഡ്യൂസ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് എല്ലാ ദിവസവും നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുടി വളർച്ചയിൽ നന്നായിട്ട് എൻ്റെ ഒരു മുടി വളർച്ചയിൽ നല്ലൊരു പങ്ക് വഹിച്ച കാര്യമാണെന്ന് പറയാം. അപ്പോൾ ഇൻവേർഷൻ മെത്തേഡിന് ശേഷം ഞാൻ എൻ്റെ ഹെയർ ഓയിൽ എടുത്ത് അത് നന്നായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട്. ഹെയർ ഓയിൽ ഞാൻ ജസ്റ്റ് മുൻപൊക്കെ എടുക്കുന്ന ഒരു പാത്രത്തിലേക്കായിരുന്നു, അങ്ങനെ തന്നെ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു പാത്രം, ഒരു കുഞ്ഞു ബൗളൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു വിരലുകളിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു ഓയിൽ കിട്ടുകയും അത് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എന്താ പറയുക, ഈ ഒരു ഓയിൽ മസാജിന് കുറച്ചും കൂടി ഗുണം ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു ഹെയറിലേക്ക്, ഹെയർ ഫോളിക്കിൾസിലേക്ക്, മുടിവേരുകളിലേക്ക് എത്തുന്നതിന് അങ്ങനത്തെ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, എങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും അത്യാവശ്യം ഓയിലൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 30 മിനിറ്റ് വെച്ചേക്കും. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യും. അപ്പോൾ ഇന്ന് ഷാമ്പു ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന ഡേ ആണ്. നമ്മൾ ഈ ഒരു വീക്കിൽ ഇതുവരേക്കും ഷാമ്പു അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഷാമ്പു ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷാമ്പു ഇടുന്നതുകൊണ്ട് തന്നെ മുടി ഷാമ്പു വാഷിന് ശേഷം ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൂടുതലെടുത്തിട്ടാണ് നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ ഒരു ഓയിലി ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓവറായിട്ടൊരു ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കിൽ ഞാൻ വളരെ കുറച്ച് ഓയിലായിരുന്നു കേട്ടോ എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനത്തെ അല്ലാത്ത ഹെയർ ടൈപ്പ് ഉള്ളവർക്ക്, ഡ്രൈ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഷാമ്പു ആയിട്ട് നാച്ചുറൽ താളികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഷിക്കാക്കായ് പൗഡർ, സോപ്നെറ്റ് പൗഡർ, ഇവയൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യുന്നതിന്. പക്ക നാച്ചുറൽ സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി കിടക്കുന്നത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും കേട്ടോ. ഒരു നാച്ചുറൽ ലുക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് അത്രയും ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകും. പിന്നെന്താ പറയുക, നമുക്കത് നല്ലൊരു ഹെയർ പാക്കിൻ്റെ എഫക്റ്റും കൂടി തരും. മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നാച്ചുറൽ സംഭവങ്ങൾ യൂസ് ചെയ്ത് നോക്കും. പിന്നെ ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് എന്താ പറയുക, നമ്മുടെ മുടിക്ക് ഒരു ദോഷമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പണ്ട് എനിക്ക് മുടി ചീകി കഴിഞ്ഞാലും അല്ലെങ്കിൽ മുടിയിൽ ജസ്റ്റ് വെറുതെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു കെട്ട് കണക്കിന് മുടികൾ കിട്ടുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. അതായത് അത്രയ്ക്കും ഭീകരമായിട്ടുള്ള മുടി കൊഴിച്ചിലെ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാരമ്പര്യമായിട്ടുള്ള മുടിയാണോ ഇതെന്ന്. അമ്മയുടെ പാരമ്പര്യം വഴി അമ്മയ്ക്ക് മുടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുട്ടിക്കാലത്ത് മുടി ഉണ്ടായിരുന്നു. ഒരുപാട് ലെങ്തൊന്നുമില്ല, അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു മുടിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു 10th ഒക്കെ ആയപ്പോഴത്തേക്കും ആ മുടി കഷ്ടകാലം കൊണ്ട് എനിക്ക് മൊത്തത്തിൽ നശിച്ചു പോയി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വളർത്തി കൊണ്ടുവന്ന മുടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പാരമ്പര്യമാണോ എന്ന് ചോദിച്ചാൽ പാരമ്പര്യമുണ്ട്. പക്ഷേ ഇപ്പം കാണുന്ന മുടി പാരമ്പര്യമല്ല കേട്ടോ, ഞാൻ വളർത്തി എടുത്ത് കൊണ്ടുവന്നതാണ്.